അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ശാസ്ത്രാംബള്ള നമ്മുടെ സ്വന്തം സിംഹത്തെയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ സിംഹങ്ങൾ എന്ന് പറയുന്നത് മാർജാര കുടുംബം അഥവാ പൂച്ച കുടുംബത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഇനമാണ്. അപ്പൊ പ്രധാനമായി രണ്ട് സിംഹങ്ങളാണ് ഉള്ളത്, അവരുടെ സബ് സ്പീഷീസ് നോക്കുന്ന രീതിയിൽ. അതായത് ആഫ്രിക്കൻ ലയണും ഏഷ്യാറ്റിക് ലയണും. ആഫ്രിക്കൻ ലയണ് സബ് സഹാറൻ ആഫ്രിക്ക മൊത്തം അവിടെ പല ഭാഗങ്ങളിലായി കാണപ്പെടുന്നു. അവയ്ക്ക് അത്യാവശ്യം വലിയ പോപ്പുലേഷൻ ഉണ്ട്. ആഫ്രിക്ക മൊത്തം ആ ഒരു സിംഹങ്ങളെ കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ നമ്മൾ ഈ ഒരു ഏഷ്യാറ്റിക് ലയൺ ഇപ്പോൾ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. എന്നുവെച്ചാൽ വളരെ വലിയ വംശനാശത്തിന്റെ വക്കിലാണ് ഇപ്പൊ ആ ഒരു സിംഹങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ഗുജറാത്തില് സംസ്ഥാനത്തിലുള്ള ഗീർ വനത്തിൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഏഷ്യാറ്റിക് ലയൺസ് ജീവിച്ചിരിപ്പുള്ളൂ. അതും ഏകദേശം ഒക്കെ 600 എണ്ണം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കൊരു സിംഹത്തിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം. എന്ന് വെച്ചാൽ അവരുടെ ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ തന്നെ ലെങ്ത്. ഒരു ആവറേജ് സിംഹത്തിന് ഉണ്ടാവുന്ന ഒരു ഹൈറ്റ് ആണ് ഏകദേശം 120 സെന്റിമീറ്റർ വരെയാണ് അവരുടെ ഒരു ആവറേജ് ഹൈറ്റ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ അവരുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 124 കിലോഗ്രാം മുതൽ 272 കിലോഗ്രാം വരെയാണ് ഒരു ആവറേജ് സിംഹത്തിന് വെയിറ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ അവരുടെ ലെങ്ത് നോക്കുകയാണെങ്കിൽ, ഒരു സിംഹത്തിന്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ 1.8 മീറ്റർ മുതൽ 2.1 മീറ്റർ വരെയാണ് ഒരു സിംഹത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഉണ്ടാവുക. ഇനി നമുക്ക് സിംഹത്തിന്റെ ബൈറ്റ് ഫോഴ്സ് എത്രത്തോളാന്ന് നോക്കാം. നമ്മൾക്ക് പ്രത്യേകിച്ച് നമ്മൾ അനിമൽസിനെ നോക്കുമ്പോൾ നമ്മൾ മാർജാര വംശത്തിലെ അല്ലെങ്കിൽ ഇരപിടിയന്മാരായിട്ടുള്ള അനിമൽസിനെ നമ്മൾ അവരുടെ ബൈറ്റ് ഫോഴ്സ് കണക്കാക്കുകയാണ്. നമ്മൾ അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഒരു ബൈറ്റ് ഫോഴ്സ്. എന്ന് വെച്ചാൽ അവരുടെ ആക്രമണ ശക്തി, അതിൻ്റെ ആ ഒരു പല്ലിൽ നിന്ന് ആ ഒരു ജോയുടെ ശക്തിയാണ് ബൈറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒറ്റ കടിയിൽ കൊടുക്കാൻ പറ്റുന്നത്. അത് ഏകദേശം സിംഹത്തിന് 650 PSI അഥവാ 650 പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് ആണ് ഉള്ളത്. എന്നാൽ സിംഹം ഇത്രയും വലിയൊരു മൃഗമാണ്, വളരെ ശക്തിയേറിയ ഒരു മൃഗമാണ്. എന്നാൽ മാർജാര വംശത്തിലെ പ്യൂമ, കടുവ, ജാഗ്വർ എന്നിവയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് സിംഹത്തിന്റെ ബൈറ്റ് ഫോഴ്സ് എന്നതാണ് നമ്മളിവിടെ കണക്കാക്കേണ്ടത്. അപ്പോൾ എന്നാൽ പോലും സിംഹത്തിന് അവരുടെ ഫിസിക്കലായിട്ടുള്ള സ്ട്രെങ്ത് കൊണ്ടും അവരുടെ വേഗത കൊണ്ടും ഒക്കെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കൊണ്ടും ആ ഒരു ഹണ്ടിങ് സ്കില്ലുള്ളതുകൊണ്ടും സിംഹത്തിന് ഈസി ആയിട്ട് അതിൻ്റെ ഇരകളെ പിടിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്തതായി നമുക്ക് സിംഹത്തിന്റെ ഡയറ്റിലേക്ക് കടക്കാം. നമ്മൾ ആഫ്രിക്കൻ സിംഹങ്ങളാണ് നോക്കുന്നതെങ്കിൽ മെയിനായിട്ട് കഴിക്കുന്നത് ഗസലുകളെയാണ്. ഗസൽ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന മാൻ കുടുംബത്തിൽപ്പെട്ട ഒരു അംഗമാണ്. മാനല്ല, ആന്റിലോപ്പുകളുടെ ഒക്കെ ആ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു അംഗമാണ് ഗസൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സീബ്രകളെയും സിംഹം ഭക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാട്ടുപോത്തുകൾ, ഇവിടെ ഉണ്ടാകുന്ന കാട്ടുപോത്തുകളല്ല, കേപ്പ് ബഫല്ലോ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു ഇനം കാട്ടുപോത്താണ്. അതും സിംഹത്തിന്റെ ഒരു പ്രധാന ഭക്ഷണമാണ്. പിന്നീട് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ആനക്കുട്ടികളെ ഈ ഒരു സിംഹം തിന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചെറുതും ഇടത്തരം വലിപ്പമുള്ള ജിറാഫുകളെയും വരെ ഈ ഒരു സിംഹം പിടിച്ചു തിന്നും. നമ്മുടെ ഏഷ്യാറ്റിക് ലയൺ അഥവാ ഏഷ്യൻ ലയണിന്റെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു അവരുടെ ഒരു ഹാബിറ്ററ്റിലുള്ള ജീവികൾ തന്നെയാണ്. അതായത് സംബാർ മാനുകൾ, അതൊരു തരം മാനാണ് ഇന്ത്യയിലുള്ളത്. അതുപോലെ തന്നെ ചിത്താൽ മാനുകൾ, ഈ 2 ഇനം മാനുകളെയും കഴിക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ ഗൗർ അഥവാ കാട്ടുപോത്തുകളെയും ഈ ഒരു ഗീർ സിംഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യാറ്റിക് ലയൺസ് കഴിക്കുന്നതാണ്. അതുപോലെ തന്നെ കാട്ടുപന്നികൾ പോലെയുള്ള വൈൽഡ് ആയിട്ടുള്ള ഹെർബിവോസിനെയാണ് ഇവർ മെയിനായിട്ട് തിന്നുക. അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആനക്കുട്ടികളെയും അതേപോലെ തന്നെ കിട്ടാവുന്നതിൽ അത്യാവശ്യം വലിപ്പമുള്ള ലാർജ് ആയിട്ടുള്ള മാമൽസിനെ ഒക്കെ ഈ ഒരു സിംഹം ഭക്ഷിക്കാറുണ്ട്. ഇനി നമുക്ക് വരുന്നൊരു ചോദ്യമാണ്,
നമ്മൾ ഏതൊക്കെ സ്പീഷീസ് സിംഹങ്ങളാണ് ബാക്കിയുള്ളത്? ഇപ്പൊ 2 സ്പീഷീസ് ആണ് മെയിൻ ആയിട്ടുള്ളത് എങ്കിലും മുൻപ് ഇതിനെക്കാട്ടിൽ അധികം ഒരുപാട് സ്പീഷീസ് സിംഹങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയ 4 സിംഹങ്ങളെ ഞാനിവിടെ പറയുകയാണ്. അതായത് ആദ്യത്തെ സിംഹം ബാർബറി സിംഹമാണ്. നമ്മൾ സിംഹങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നമുക്ക് ഭൂരിഭാഗം രീതിയിലും വരാൻ സാധ്യതയുള്ള ഒരു സംശയമാണ് നമ്മൾ ഈ ബാർബറി ലയണിനെ കുറിച്ച് നമ്മൾ കേട്ടു തുടങ്ങും. അപ്പോൾ നമ്മൾ എന്താണ് ഈ ബാർബറി ലയൺ എന്ന് നമുക്കൊരു സംശയം വരും. അപ്പോൾ ഈ ഒരു ബാർബറി ലയൺ എന്ന് പറയുന്നത് നമ്മൾ നോർത്ത് ആഫ്രിക്കയിൽ കണ്ടുവരുന്നിരുന്ന ഒരു ലയണായിരുന്നു. നോർത്ത് ആഫ്രിക്ക പറഞ്ഞാൽ മൊറോക്കോ, അൾജീരിയ ഭാഗങ്ങളിലാണ് ഈ ഒരു ലയൺസ് കാണപ്പെടുക. അതും നമ്മുടെ ഈ ഒരു അറ്റ്ലസ് മൗണ്ടൻസിൽ ഇത് ഒരുപാട് കാണപ്പെടുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ലയൺസിനെ അറ്റ്ലസ് ലയൺ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ലയണിന് മെയിനായിട്ട് വംശനാശം സംഭവിക്കാനുള്ള കാരണം യൂറോപ്യൻ കോളനൈസേഴ്സ് ആണ്. എന്നുവെച്ചാൽ യൂറോപ്പിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് ആഫ്രിക്കയിൽ എത്തിച്ചേർന്ന യൂറോപ്യൻ കോളനികൾ അവിടെ ചെയ്യുന്ന യൂറോപ്പിൽ നിന്ന് വന്ന ആളുകളാണ് ഇതിൽ നിന്ന് പ്രധാനമായിട്ടുള്ള കാരണം. അതിന് അവസാനമായിട്ട് നമ്മളൊരു ബാർബറി ലയണിനെ കാണുന്നത് 1942-ലാണ്. അവസാനത്തെ ബാർബറി ലയണിനെ ഒരു ഫ്രഞ്ച് കോളനൈസർ വെടിവെച്ച് കൊന്നു എന്നാണ് 1942 ഒരു ഫ്രഞ്ച് കോളനൈസർ വെടിവെച്ച് കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് അവസാനത്തെ ബാർബറി ലയണിന്റെ ഫോട്ടോ, ജീവനോടെയുള്ള ഒരു വൈൽഡ് ബാർബറി ലയണിന്റെ ഫോട്ടോ എന്ന് പറയുന്നത് അവസാനമായി എടുത്തത് 1925 ഒരു ഫോട്ടോയാണ്. അപ്പോൾ അങ്ങനെ ഈ യൂറോപ്യൻ കോളനൈസേഴ്സ് ആണ് ഇവരുടെ ഈ ഒരു എണ്ണത്തിന്റെ എക്സ്റ്റിങ്ഷന് വേണ്ടിയിട്ടുള്ള കാരണം. പക്ഷെ ഇപ്പോഴും നമുക്കൊരു കാര്യമുണ്ട്, നമുക്ക് ബാർബറി ലയൺസ് ഇപ്പോഴും സൂകൾ നമുക്ക് ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ പൂർണ്ണമായി എക്സ്റ്റിങ്ക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ആ ബാർബറി ലയൺസിനോട് ഏകദേശം സമാനമായ ജീനുള്ള നോർത്ത് ആഫ്രിക്കയ്ക്ക് അടുത്തുള്ള സൂകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നുവെച്ചാൽ ബാർബറി ലയൺസിനോട് സമാനമായ ജീനുകളുള്ള സിംഹങ്ങൾ. ബാർബറി ലയൺസിനെ പോലെ തന്നെ ഈ സമീപകാലങ്ങളിൽ ഇല്ലാതെ, സമീപകാലം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നോക്കുമ്പോൾ നൂറ്റാണ്ടുകളുടെ വ്യത്യാസത്തിൽ ഇല്ലാതെ മറ്റൊരു സിംഹമാണ് കേപ്പ് ലയൺ. കേപ്പ് ലയൺ എന്ന് പറയുമ്പോൾ ബാർബറി ലയൺ ആഫ്രിക്കയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ്, ഏറ്റവും ടോപ്പിലുള്ള രാജ്യങ്ങളിലുള്ള ഒരു സിംഹമാണ്. എന്നാൽ കേപ്പ് ലയൺ ആകട്ടെ സദേൺ ആഫ്രിക്കയിലുണ്ടായിരുന്ന ഒരു ലയണാണ്. എന്നുവെച്ചാൽ സൗത്ത് ആഫ്രിക്ക പോലെയുള്ള സൗത്ത് ഉള്ള കൺട്രീസിലാണ് ഈ ഒരു കേപ്പ് ലയൺ ഉണ്ടായിരുന്നത്. കേപ്പ് ലയണും ഇതേ സെയിം അവസ്ഥ തന്നെയാണ് ഉണ്ടായത്. യൂറോപ്യൻ കോളനൈസേഴ്സ് വന്നിട്ട് അവിടെ ചെന്നിട്ട് അവരെ വേട്ടയാടുകയാണ്. അതുപോലെ തന്നെ ഇവര് മെയിനായിട്ട് എന്തുകൊണ്ടാണ് നമുക്കൊരു സംശയം വരും, എന്തുകൊണ്ടാണ് ഇവര് ഇങ്ങനെ സിംഹങ്ങളെ വേട്ടയാടുന്നത്? അതിന് പറയാൻ പറ്റുന്ന കാര്യമാണ്, ഒന്ന് അവരുടെ പ്രൗഢിയും അതുപോലെ തന്നെ അവരുടെ ശക്തിയും കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ശക്തി കൂടിയ മൃഗങ്ങളെ വേട്ടയാടി കൊന്നിട്ട് അവരതിൻ്റെ ശക്തിയും പ്രൗഢിയും ഒക്കെ കാണിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നീട് സിംഹത്തിൻ്റെ ഈ തോല് നമ്മൾ ബ്ലാക്ക് മാർക്കറ്റുകളിലും അതുപോലെ തന്നെ അവർക്ക് തന്നെ പുതയ്ക്കാനും അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കുമായിട്ട് ഇവരതിനെ ആ സിംഹത്തിനെ കൊന്ന് തോലെടുക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ പല്ല് വെല്ലും ഇതെല്ലാം അവർക്ക് പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സിംഹങ്ങൾ വേട്ടയാടപ്പെട്ടിരുന്നത്. ഇത്തിരി ദുഷ്കരമാണ് ഇവരെ കൊല്ലുകയെന്നുണ്ടെങ്കിലും എന്നാൽ പോലും അത്രയും കഷ്ടപ്പെട്ട് തന്നെ ഇവരെ ഈ ഒരു സിംഹങ്ങളെ കൊന്നു തീർത്തു. അങ്ങനെ 1850-കളോടെ ആ ഒരു കേപ്പ് ലയൺ എന്ന് പറയുന്ന ഈ ഒരു സിംഹവും കൂടി ഇല്ലാതെയായി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറേ കാലങ്ങൾക്ക് മുമ്പുള്ള 2 സിംഹങ്ങളാണ്. ഒന്ന് യൂറോപ്യൻ കേവ് ലയൺ, രണ്ടാമത്തേത് അമേരിക്കൻ കേവ് ലയൺ. നമ്മുടെ സിംഹങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ ആഫ്രിക്കൻ ലയണും നമ്മുടെ ഇന്ത്യയിലുള്ള ലയണുമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ലയൺ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. അതായത് നോർത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു കേവ് ലയണാണ് നമ്മുടെ അമേരിക്കൻ കേവ് ലയൺ എന്ന് പറയുന്നത്. ഈ ഒരു കേവ് ലയൺ പല ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടും അതുപോലെ തന്നെ ഹ്യൂമൻ ആ ഒരു കാലത്തും 10,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് ഇല്ലാതെയായത്.
ആ ഒരു കാലത്തും ഹ്യൂമന്റെ ഒരു പങ്കുണ്ടായിരുന്നു ഇതിന്റെ എക്സ്റ്റിങ്ഷനിൽ. അതായത് അവരെന്നെ വേട്ടയാടി കൊല്ലുന്ന കാരണം തന്നെയായിരുന്നു ഇവർക്ക് മെയിനായിട്ട് എക്സ്റ്റിങ്ക്റ്റ് ആവാനുള്ള കാരണം. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചും നമുക്ക് ഇര കിട്ടാതെ അവസ്ഥ വരികയും അങ്ങനെ അവിടെ ഈ ഒരു അമേരിക്കൻ കേവ് ലയൺ ഇല്ലാതെയായത്. ഇപ്പോൾ ഉണ്ടായിരുന്ന ലയൺസിനെ കാട്ടി അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു ഈ ഒരു ലയൺസിന്. അത് ആ ഒരു കാലാവസ്ഥയോട് ആ സമയത്തൊക്കെ അവർ പൊരുത്തപ്പെട്ട് ജീവിക്കുകയും ഉണ്ടായിരുന്നു. അപ്പോൾ യൂറോപ്യൻ ലയൺസിനും ഇതേ സെയിം അവസ്ഥ തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ലയൺസിന് നമ്മൾ സബ് സ്പീഷീസ് എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ വേറെ സബ് സ്പീഷീസ് ഉണ്ട്. അതായത് ആഫ്രിക്കൻ ലയണിനെ തന്നെ നമുക്ക് ഈസ്റ്റ് ആഫ്രിക്കൻ ലയൺ, വെസ്റ്റ് ആഫ്രിക്കൻ ലയൺ, അതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്കൻ ലയൺ, അങ്ങനെ 3 രീതികളിലേക്ക് മാറ്റാൻ സാധിക്കും. അങ്ങനെ അതിനെയും ചെറുതായിട്ട് സബ് സ്പീഷീസ് ആയിട്ട് തരംതിരിക്കാൻ പറ്റും ഓരോരോ ജീവിക്കുന്ന പ്ലേസ് വെച്ചിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഏഷ്യാറ്റിക് ലയൺ ഇന്ത്യയിൽ മാത്രമൊന്നും അല്ല ഉണ്ടായിരുന്നത്. ഏഷ്യാറ്റിക് ലയൺ എന്ന് പറയുന്നത് ഏഷ്യ മുതൽ യൂറോപ്പ് വരെ ആ ഒരു ലയണിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഏഷ്യയുടെ പകുതിയോളം എന്ന് വെച്ചാൽ യൂറോപ്പ് വരെ കയറി ആ ഒരു സാന്നിധ്യം നിന്നിരുന്നു. എന്നാൽ പക്ഷേ യൂറോപ്യൻ കോളനൈസേഴ്സ് മാത്രമല്ല ഈ സിംഹത്തിനെ കൊന്ന് ഇതാക്കിയത്. നമ്മുടെ ഏഷ്യക്കാരും ഇതിനകത്ത് ഒരു പങ്കുണ്ട്. ഏഷ്യക്കാരും ഇന്ത്യക്കാരും ഈ ഒരു കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഏഷ്യയിലുള്ള അറബി നാട്ടിൽ സിംഹങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏഷ്യാറ്റിക് ലയൺ തന്നെ അവരെ ഈ ഒരു അറബികൾ അവരുടെ പ്രൗഢി കാണിക്കാനും മറ്റിതിനും ബെൽത്തും വെച്ചിട്ട് യൂറോപ്യൻ കോളനൈസേഴ്സിനെ ഇവരെ ഈ ഒരു സിംഹങ്ങളെ കൊന്നിട്ട് അവരുടെ തൊലിയും അവരുടെ പല്ലും എല്ലാം യൂറോപ്യൻ കോളനൈസേഴ്സിന് വലിയ തുകയ്ക്ക് വിൽക്കുക അവിടെ കച്ചവടം നടന്നു. അങ്ങനെ അതുപോലെ തന്നെ സുൽത്താനും മറ്റു പല ആവശ്യങ്ങൾക്കും അറബികൾ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സിംഹങ്ങളെയൊക്കെ കൊന്നു. അങ്ങനെ സൗദി അറേബ്യയിൽ നിന്ന് കുറച്ചു കാലം മുമ്പ് 1800 ആ ഒരു സമയത്ത് തന്നെ സിംഹങ്ങൾ എക്സ്റ്റിങ്ക്റ്റ് ആയി. സൗദി അറേബ്യയിൽ നിന്ന് ഇല്ലാതെയായി. അതുപോലെ തന്നെ തുർക്കിയിൽ നിന്നും ഇതേ സെയിം അവസ്ഥ തന്നെയാണ്. ഏകദേശം അതേ സെയിം അവസ്ഥയായതുകൊണ്ട് അതേ കാലത്ത് തന്നെ ഇല്ലാതെയാവുകയും ചെയ്തു. പിന്നീട് പയ്യെ നമ്മൾ ഇന്ത്യയിൽ നടക്കുന്ന സ്ഥിതിയും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഇന്ത്യയിൽ പക്ഷേ ഇന്ത്യക്കാർ കുറച്ചൊക്കെ സിംഹങ്ങളെയൊക്കെ വെടിവെച്ച് കൊല്ലുക അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. വെടിവെച്ച് കൊല്ലല്ല, അവരെ കൊല്ലുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അത് മാത്രമായിരുന്നില്ല പ്രധാന കാരണം. അവരെക്കാട്ടി വലിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതാണ് ഈ ഒരു ബ്രിട്ടീഷുകാരായിട്ടുള്ള വേട്ടക്കാർ, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് വരുന്ന മറ്റു വേട്ടക്കാർ. ഇവരെല്ലാവരും സിംഹങ്ങളെ കൊല്ലുകയാണ് ഇന്ത്യയിൽ വന്നിട്ട്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. അവിടെ രാജഭരണമുണ്ട്. രാജഭരണത്തിൽ സിംഹങ്ങളെ പിടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തന്നെ ഏഷ്യാറ്റിക് ലയണിന്റെ നമ്പർ വളരെ പെട്ടെന്ന് അങ്ങനെ കുറഞ്ഞു. പിന്നീട് ഇന്ത്യയിൽ സിംഹങ്ങളെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ വരികയും അങ്ങനെ ഇപ്പോൾ ഉള്ള രീതിയിൽ നമ്മൾ സിംഹത്തിനെ വീണ്ടും പഴയ പോലെ ഇന്ത്യയിൽ മൊത്തം കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ പണ്ട് ഇന്ത്യയിൽ എവിടെ നോക്കിയാലും എന്ന് വെച്ചാൽ ഇന്ത്യ മൊത്തം ഏകദേശം സിംഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷെ ആ ഒരു സിംഹങ്ങളുടെ ആ ഒരു പഴയ സ്ഥിതി, അത്രയും പോപ്പുലേഷൻ തിരിച്ച് അതേപോലെ തന്നെ സ്റ്റേബിളായിട്ട് കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിംഹങ്ങളുടെ നമുക്ക് ഒരു കാര്യം കൂടി ഓർക്കാനുണ്ട്. സിംഹങ്ങളുടെ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ ചീറ്റകൾക്കും ഉള്ളത്. ചീറ്റകളും ഇതുപോലെ തന്നെ ഒരിക്കൽ നമ്മൾ ഏഷ്യ മൊത്തം ഉണ്ടായിരുന്ന ഒരു ജീവികളായിരുന്നു. പക്ഷെ ഇപ്പൊ ഇറാനിൽ മാത്രമേ ഉള്ളൂ അത്. ഇറാനിൽ ആ ഒരു ഇറാഖ് ഭാഗങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ചീറ്റകളുള്ളൂ. ഇപ്പൊ ഇന്ത്യയിലില്ല. ഇന്ത്യൻ ചീറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ ഒരു വിഭാഗം മൊത്തത്തിൽ ഇല്ലാതെയായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുനോ നാഷണൽ പാർക്കിലേക്ക് നമീബിയയിൽ നിന്ന് കുറച്ച് ചീറ്റകളെ കൊണ്ടുവന്നിട്ടുണ്ടായി. ഈ ഒരു ഇതും നമ്മൾ ഇന്ത്യയിലേക്ക് ചീറ്റയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കൂടിയും ഒരു പ്രശ്നം ഉണ്ടായി. അതായത് ചില ചീറ്റകൾക്ക് അവിടെ ഇൻഫെക്ഷൻസ് ഉണ്ടാവുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ട രീതിയിൽ അവരുടെ ആഹാരത്തെ പിടിക്കാൻ സാധിക്കാതെ വരിക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അവരെന്ന് പറഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സാവന്ന പുൽമേടിൻ്റെ ഒരു കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് ജീവിച്ച് ഇതായിട്ടുള്ള അതിനു വേണ്ടിയുള്ള ജീനുള്ള ഒരു മൃഗമാണ് ചീറ്റ.
പണ്ട് ഇന്ത്യയിൽ അതിനോട് പൊരുത്തപ്പെടുന്ന ചീറ്റകൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റാതെ തന്നെ കുറേ ചീറ്റകൾ മരിച്ചുപോയി. എന്നാൽ പോലും നമുക്ക് ഇനിയും നമ്മൾ ഈ ഒരു സിംഹത്തിനെയും ചീറ്റേനെയും ഒക്കെ പല നമ്മൾ മുൻപത്തെ ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരെ കാണുമ്പോഴത്തേക്കും ബൈ.